ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് പുതിയൊരു സോഫ്റ്റ്വെയർ ആണ്, എഡോബിൻ്റെ സ്പാർക്ക് പോസ്റ്റ്. ഒരുപക്ഷെ നിങ്ങൾ ഇതിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും. നമുക്ക് വളരെ എളുപ്പത്തിൽ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ നോട്ടീസസ്, അതുപോലെ തന്നെ യൂട്യൂബ് തംബ്നെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് ഒരുപാട് ബിൽഡിനായിട്ടുള്ള ടെംപ്ലേറ്റ്സ്, അതുപോലെ ലോഗോസ്, ഡിസൈൻസ്, ടെസ്റ്റ് എഫക്ട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നെറ്റ് കണക്ഷൻ ആവശ്യമായിട്ടുണ്ട് എന്ന് ആദ്യമായി പറയട്ടെ. ഇതിനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, നമ്മളുടെ വെബ് ബ്രൗസർ എടുത്ത് spark.adobe.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് എഡോബിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഇത് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സൈൻ ഇൻ ചെയ്യാം. നമുക്ക് എഡോബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്കിതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇവിടെ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് സജഷൻ തരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇങ്ങനെ ഏത് ടെംപ്ലേറ്റിൻ്റെ ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലേഔട്ട് ചൂസ് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ആവാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലേഔട്ട് നമുക്ക് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ലേഔട്ടിൻ്റെ ഒരുപാട് ഫോർമാറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കൊരു ലേഔട്ട് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം. ഓരോ ലേഔട്ടിനകത്തും ഓരോ ലേഔട്ടിൻ്റെ ഓരോ പാർട്സിനകത്തും ഓരോ സെക്ഷനകത്തും നമുക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടി ഈ എഡോബിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസിൻ്റെ ലൈബ്രറി നമുക്കിവിടെ തരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളുടെ ഡിസൈനിന് യോജിക്കുന്ന ഒരു ഇമേജ് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗത്ത് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഇതിനെ ടെക്സ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. ആഡ് യുവർ ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ വലതുവശത്ത് ടെക്സ്റ്റ് കൊടുക്കേണ്ട ആ ഒരു ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റീഡിംഗ് ഡേ എന്ന് കൊടുക്കാം. അത് ഞാൻ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഇടതുവശത്തുള്ള മുകളിലത്തെ ഭാഗത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈസിലി ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. അതിൻ്റെ സൈഡ് പിടിച്ച് നമുക്കതിനെ റീസൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും.
ഞാൻ ഇവിടുന്ന് ഒരു ലോഗോ ഡിസൈൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിനായി ഒരു ചിത്രം ഇവിടെ ചൂസ് ചെയ്യുകയാണ്. ഈ ഒരു ചിത്രം എടുക്കുകയാണ്. ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ ടൈപ്പാണ്. നമുക്കിത് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം. അതിനായി ക്രോപ്പ് ആൻഡ് ഷേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വലതുവശത്ത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷേപ്സ് എടുക്കാം. അവിടുന്ന് സർക്കുലർ ഷേപ്പിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ഡണ്ണ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ ഇവിടെ ഡ്രാഗ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഏരിയക്ക് പറ്റുന്ന രീതിയിൽ നമുക്കിത് ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി നമുക്ക് ടെക്സ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റ് അലൈൻ കൊടുക്കാം. അതിനു മുന്നേ നമുക്ക് ഇതിനെ കുറച്ച് വലുപ്പത്തിൽ ആക്കാം. ഈ ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഏകദേശം ആ ഒരു ടെക്സ്റ്റിൻ്റെ സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യാം. ഇടതുവശത്തായിട്ട് താഴെ നമുക്ക് സ്കൂളിൻ്റെ പേര് നൽകാം. സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മൂവ് ചെയ്യാം. മൂവ് ചെയ്ത് ആ ഒരു പോർഷനിൽ ഫിക്സ് ചെയ്യാം. നമുക്കിവിടെ ലൈൻസൊക്കെ തരുന്നുണ്ട്. ആ ലൈൻസ് അനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ അലൈൻമെൻറ്റ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെ ഞാൻ ഫോണ്ടിൻ്റെ പ്രോപ്പർട്ടി ഷാഡോ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിടുന്ന് ഫോണ്ടിൻ്റെ സൈസൊക്കെ റീസൈസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേരിയസ് ഫോണ്ട് എഫക്ട്സ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഇങ്ങനെ നമുക്ക് ആ ലൈൻസ് ഉപയോഗപ്പെടുത്തി ഡിസൈൻ കറക്റ്റ് പൊസിഷൻ ചെയ്യാം.
നമുക്കൊരു ചിത്രം, PN പണിക്കരുടെ ചിത്രം നമുക്ക് നമ്മളുടെ പോസ്റ്ററിലേക്ക് ആഡ് ചെയ്യാം. അത് കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടെക്സ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ ടെക്സ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആഡ് യുവർ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണ്ടുന്ന കണ്ടൻസ് ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്കാറ്റേഡ് ആയിട്ടാണുള്ളത്. നമുക്കത് ലെഫ്റ്റ് അലൈൻ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ലിസ്റ്റിന് ഓർഡറിങ് ലഭിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ ടെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യാം, ആഡ് യുവർ ടെക്സ്റ്റ്. ഇവിടെ നമുക്ക് കുറേ പാറ്റേൺസ് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള പാറ്റേൺ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇതില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസൈനിങ് നമ്മുടെ ഫോണ്ടിന് നൽകിയാലും മതി. ഇവിടെ വാരാചരണം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രാഗ് ചെയ്താൽ ഒരു സിംഗിൾ ലൈനിലേക്ക് വരുന്നതാണ്. നമുക്ക് ഫോണ്ടിന് ഇഷ്ടപ്പെട്ട കളറ് നൽകാം. നമ്മുടെ ഡിസൈനിനോട് ചേരുന്ന കളറ് തന്നെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കിവിടെ ക്ലാസ്സിൻ്റെ പേര് കൂടി നൽകാം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഞാൻ നൽകുകയാണ്. നമുക്ക് ഡേറ്റ് കൂടി ഈ ഒരു ലേഔട്ടിൻ്റെ കൂടെ ചേർക്കാം. അതിനായി ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് ടെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ജൂൺ 19 എന്ന് നൽകാം.
അതിൻ്റെ ഷെയ്ഡ് എഫക്റ്റൊക്കെ നമുക്ക് എടുത്തു കളയാം. ഒരു പ്ലെയിൻ ടെക്സ്റ്റാക്കി മാറ്റാം. ഔട്ട്ലൈൻ എടുത്തു കളയാം. ഒരു പ്ലെയിൻ ടെക്സ്റ്റായി മാറിയിട്ടുണ്ട്. നോട്ടീസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് താഴെ എഡോബിൻ്റെ ഒരു ലോഗോ താഴെ വരുന്നുണ്ട്. നമ്മളിവിടെ ഈ ഒരു ഭാഗം കവർ ചെയ്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്. നമ്മൾ മൊബൈൽ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്പാർക്ക് പോസ്റ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോ ഇവിടുന്ന് ഒഴിവാക്കി നമുക്ക് ഇമേജ് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ ഷെയറോ മറ്റോ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് സ്പാർക്ക് പോസ്റ്റിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ഈ ലോഗോ അവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് എവരിവൺ. എല്ലാവരും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നല്ല നല്ല നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും വായന വാരാചരണ ആശംസകൾ. താങ്ക് യു.